ഹായ് ഓൾ, ഇത് നമ്മൾ ചെയ്യുന്നത് 22nd ക്വസ്റ്റ്യൻ ആണ്. ഇതേ നമ്മളെ ലിമിറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് മാത്രമല്ല, ട്രിഗ്നോമെട്രി എന്ന കൺസെപ്റ്റ് കൂടി മിക്സ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞത് എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ഓഫ് ആർ ഈക്വൽ 0 to n tan x/2 raised to r plus 1 plus tan cube x/2 raised to r plus 1 divided by 1 minus tan square x/2 raised to r plus 1 അല്ലേ? അങ്ങനെയെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻഡ്സ് 0 e raised to x minus e raised to f of x divided by x minus f x. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണ്? ഈ കാണുന്ന ആളെ കാണണം. അത് കാണണമെങ്കിൽ അവിടെ ആരെ കാണണം? എഫ് ഓഫ് എക്സ് കാണണം അല്ലേ? ആ എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ടല്ലോ. ആ എഫ് ഓഫ് എക്സ് ഉണ്ടായാലേ ഇത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എഫ് ഓഫ് എക്സ് കാണണമെങ്കിൽ ആരെ കാണണം? ഇത് കാണണ്ട, ഇതല്ലേ എഫ് ഓഫ് എക്സ്. സോ ഈ കാണുന്ന ആളെ കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മാത്രം എടുക്കുകയാണ്, അത് സോൾവ് ചെയ്യണം. ഓക്കെ, അവിടെ ഞാൻ ഒന്ന് എഴുതാൻ ഈസിക്ക് വേണ്ടി എക്സ് മൈനസ് 2 raised to r plus 1 തീറ്റ എന്ന് വിളിച്ചു എന്ന് വിചാരിക്കും. എഴുതാൻ ഈസിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താ പറയും? ഇത് മാത്രം എടുക്കുകയാണ്. എന്താ പറയും? ടാൻ തീറ്റ പ്ലസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? ഓക്കെ, അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം 2 tan തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണെങ്കിൽ അതിന്റെ വാല്യൂ എന്താ? 2 tan തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ടാൻ 2 തീറ്റ അല്ലേ? അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ടാൻ 2 തീറ്റ കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവിടെ ആരുടെ കുറവുണ്ട്? ഒരു ടാൻ തീറ്റ കൂടെ വേണം. ആ ടാൻ തീറ്റ പ്ലസ് ടാൻ തീറ്റ അല്ലേ 2 tan തീറ്റ. അപ്പൊ ഒരു ടാൻ തീറ്റ കൂടെ വേണമെങ്കിൽ ഞാനേ ഒരു ടാൻ തീറ്റ ആഡ് ചെയ്തു. അപ്പൊ 2 tan തീറ്റ അല്ലേ? അപ്പൊ ഒരു ടാൻ തീറ്റ കുറച്ചാ പോരെ? അവിടെ ഇങ്ങനെ ചെയ്താൽ ഗുണം എന്താ? ഇപ്പൊ എന്താ ഇത്? 2 tan തീറ്റ മൈനസ് ടാൻ തീറ്റ ടാൻ തീറ്റ അല്ലേ? ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്യണേ. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് തരാ? ഇത് കിട്ടും അല്ലേ? എന്താ? 2 tan തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. അടുത്ത ഈ ടേം അല്ലേ? പ്ലസ് ടാൻ ക്യൂബ് തീറ്റ മൈനസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ അല്ലെ? ഇനി 2 tan തീറ്റ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആരാ ശരിക്ക്? ടാൻ 2 തീറ്റ അല്ലേ? അല്ലെ? ഇവിടെ എനിക്ക് ടാൻ തീറ്റ കോമൺ ആക്കി എടുത്താലേ, ടാൻ തീറ്റ കോമൺ ആക്കി എടുത്താൽ ബാക്കി എന്താ വരിക? ടാൻ തീറ്റ പോയി ടാൻ ക്യൂബ് തീറ്റ ബാക്കി ടാൻ സ്ക്വയർ തീറ്റ വരിക. ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. എടാ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ 1 ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാലേ -1 അല്ലേ വരിക അല്ലെ? ഒരു മൈനസ് കോമൺ രണ്ടും സെയിം അല്ലേ? അങ്ങനെ ഇത് എന്താ വരിക? ടാൻ 2 തീറ്റ ഇത് -1 ടാൻ തീറ്റ അല്ലേ? സോ മൈനസ് ടാൻ തീറ്റ അല്ലെ? സോ ദാറ്റ് ഈക്വൽ ടു ടാൻ 2 തീറ്റ. ആ തീറ്റ ആരാ? x/2 raised to r plus 1 അല്ലേ? അപ്പൊ 2 തീറ്റ എന്ന് പറഞ്ഞാലേ 2x/2 raised to r plus 1 അല്ലേ? അവിടെ 2 raised to r plus 1 2 raised to r into 2 അല്ലേ? അപ്പൊ ഇത് പോയ ബാക്കി എന്താ? 2 തീറ്റ ആരാ? x/2r. അപ്പൊ എന്തായി? 2 തീറ്റ ആരാ? x/2 raised to r മൈനസ് ടാൻ തീറ്റ ആരാ? x/2 raised to r plus 1. എഗൈൻ ടെലിസ്കോപ്പിക് സീരീസ് ആയി. ടെലിസ്കോപ്പിക് സീരീസ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മൂന്നാമത് ആണ് വരുന്നത് കേട്ടോ. മൂന്നാമതായിട്ടാണ് എന്ത് ചെയ്യുക? ഐ മീൻ മൂന്നാമത്തെ പ്രാവശ്യം ടെലിസ്കോപ്പിക് സീരീസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊന്ന് ചെയ്ത് നോക്കാം. എന്താ വരിക? നമുക്ക് വേണ്ട കാര്യ ഇതല്ലേ? സമ്മേഷൻ ഞാൻ അപ്ലൈ ആണ്. സമ്മേഷൻ ഓഫ് r ഈക്വൽ 0 to n അല്ലെ? ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് കിട്ടി? ഇതല്ലേ? ടാൻ x/2 raised to r മൈനസ് ടാൻ x/2 raised to r plus 1. എഗൈൻ ടെലിസ്കോപ്പിക് സീരീസ്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുക? എക്സ് ആറിന് 0 കൊടുക്കല്ലേ? ആറിന് 0 കൊടുക്കുക, 1 കൊടുക്കുക, 2 കൊടുക്കുക, എവിടെ വരെ കൊടുക്കുക? എനി വരെ കൊടുക്കുക ചെയ്യാം അല്ലെ? സോ ആറിന് 0 കൊടുക്കുക. ആ 0 എന്ത് വരിക? ടാൻ x/2 raised to 0 1 അല്ലേ? സോ ടാൻ x മൈനസ് ടാൻ x/2 raised to 1 2 അല്ലേ? പ്ലസ് ഇനി ആറിന് എന്ത് കൊടുക്കുക? ആറിന് 2 കൊടുക്കാലോ. 6 0 കൊടുക്കുന്ന 6 1 അല്ലേ? 6 1 എന്ത് വരിക? ടാൻ x/2 മൈനസ് ടാൻ x/2 സ്ക്വയർ ദെൻ 2 കൊടുക്കുക. അപ്പൊ എന്താ വരിക? ടാൻ x/2 സ്ക്വയർ മൈനസ് ടാൻ x/2 ക്യൂബ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ആർ എന്താ? n അല്ലേ? ആർ n കൊടുക്കുമ്പോൾ എന്താ വരിക? ടാൻ x/2 raised to n മൈനസ് ടാൻ x/2 raised to n plus 1 അല്ലേ? ഇനി എന്താ? ഈ മൈനസ് ടാൻ x/2 പ്ലസ് ടാൻ x/2 പോയില്ലേ? അപ്പൊ അങ്ങനെ ഡയഗണൽ എലമെന്റ് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോയില്ലേ? ബാക്കി ആര് വരിക? ഇവിടെ ടാൻ x വരും. ഇവിടെയോ മൈനസ് ടാൻ x/2 raised to n plus 1 അല്ലേ? അതാ ഈ സമ്മേഷന്റെ വാല്യൂ എന്ത് കിട്ടി? ടാൻ x മൈനസ് ടാൻ x/2 raised to n plus 1 ഉണ്ട് അല്ലെ? സോ ആ ഫംഗ്ഷന്റെ സമ്മേഷൻ വാല്യൂ ഞാൻ അപ്ലൈ ചെയ്തു അല്ലെ? ഇത് കഴിഞ്ഞില്ല. ഇനി എന്തുണ്ട്? അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണ്ടേ അല്ലെ? അപ്പൊ എഫ് ഓഫ് എക്സ് ആരാ ശരിക്ക്?
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് n ടെൻസ് ടു ഇൻഫിനിറ്റി. n ആണ് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നത് അല്ലെ. ദെൻ ഫംഗ്ഷൻ ആരാ? ടാൻ എക്സ് മൈനസ് ടാൻ ഓഫ് എക്സ് ബൈ 2 റേസ് ടു n+1 അല്ലെ. അവിടെ നോർമലി ലിമിറ്റിന്റെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ലിമിറ്റ് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. അവിടെ ഇവിടെ എക്സ് എവിടെയൊക്കെ പോകുന്നത്? n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നില്ലേ അല്ലെ. അപ്പൊ എന്നിന് എന്ത് കൊടുക്കാം? ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. എക്സ് അവിടെ ഒന്നുമില്ല, എക്സ് വേരിയബിൾ അല്ല അപ്പൊ അല്ലെ. അപ്പൊ ഇവിടെ വേരിയബിൾ ആരാ? n ആണ്. ആ എന്നിന് എന്ത് കൊടുക്കുക? ഇൻഫിനിറ്റി അല്ലെ. അവിടെ n ഇൻഫിനിറ്റി ആകുമ്പോഴേ ഇത് 2 റേസ് ടു ഇൻഫിനിറ്റി അല്ലേ അല്ലെ. വാട്ട് ഈസ് വാല്യൂ 2 റേസ് ടു ഇൻഫിനിറ്റി? അത് ഇൻഫിനിറ്റി അല്ലേ അല്ലെ. അപ്പൊ ഇത് എക്സ് ബൈ അതായത് ഇങ്ങനത്തെ എന്താ വരിക? ടാൻ എക്സ് മൈനസ് ടാൻ ഓഫ് എക്സ് ബൈ ഇൻഫിനിറ്റി അല്ലേ അല്ലെ. വാട്ട് ഈസ് വാല്യൂ ഓഫ് എക്സ് ബൈ ഇൻഫിനിറ്റി? എക്സ് ബൈ ഇൻഫിനിറ്റി എനിത്തിങ് ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി 0 അല്ലേ. അപ്പൊ ഇത് 0 അല്ലേ വരിക. അപ്പൊ എന്താ ടാൻ എക്സ് മൈനസ് ടാൻ 0 അല്ലേ. ആൻസർ എന്താ? ടാൻ എക്സ് അല്ലെ. സോ എന്തായി? ടാൻ എക്സ് ആയി. ഓക്കെ, അതായത് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ആരാ? ടാൻ എക്സ് ആണ്. അപ്പൊ ഇത്രയും തന്നത് എന്ത് കിട്ടാനാ? ടാൻ എക്സ് എന്ന ഫംഗ്ഷൻ കിട്ടി. അത് പരിപാടി കഴിഞ്ഞില്ല. ഇനി എന്ത് വേണമെന്നാ? ഈ കാണുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് കണ്ടുപിടിക്കണ്ടേ? ആരെയാ? ലിമിറ്റ് ഓഫ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരാ? ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആരാ? ടാൻ എക്സ്. ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു ടാൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടാൻ എക്സ് ആണ്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനാ? ഇത് കണ്ടുപിടിക്കാൻ ഒരു ഈസി മെത്തേഡ്. ഞാൻ ഇവിടെ ഇ റേസ് ടു ടാൻ എക്സ് കോമൺ ആക്കിയെടുത്ത് വിചാരിക്കും. അപ്പൊ ഇ റേസ് ടു ടാൻ എക്സ് ഒന്നെങ്കിൽ എനിക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ അറിയുന്ന നിങ്ങളെ മെത്തേഡ് എന്താ? നമ്മളെ LH റൂൾ അല്ലേ, അത് അപ്ലൈ. പക്ഷേ LH റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വെച്ചാൽ കുറച്ച് ലെങ്തി ആയി മാറും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇ റേസ് ടു ടാൻ എക്സ് കോമൺ ആക്കിയെടുത്ത് വിചാരിക്കും. ആ ഇ റേസ് ടു ടാൻ എക്സ് കോമൺ ആക്കി എടുത്താലേ ഇ റേസ് ടു എക്സ് ഇ റേസ് ടു ടാൻ എക്സ് പോയി ബാക്കി എന്താ? ഇ റേസ് ടു എക്സ് മൈനസ് ടാൻ എക്സ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്നാലും ഇത് ഓപ്പൺ ആക്കിയാൽ ഇ റേസ് ടു ടാൻ എക്സ് കട്ട് ചെയ്ത് പോകുള്ളൂ അല്ലേ. ഇ റേസ് ടു ടാൻ എക്സ് പോയി ബാക്കി എന്താ? 1 അല്ലേ. ഡിവൈഡ് ബൈ എക്സ് മൈനസ് ടാൻ എക്സ് അല്ലെ. ഇനി നോക്ക്, ഇതെന്താ? ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന ഫോമിൽ അല്ലേ. നമുക്കറിയാം ലിമിറ്റ് ഓഫ് ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്താ? 1 അല്ലേ. അതായത് ഇതിന്റെ വാല്യൂ എന്താ? 1 ആണ്. അപ്പൊ ഇനി അവിടെ ബാക്കി ആരാ വരിക? വെറും ഇ റേസ് ടു ടാൻ എക്സ് അല്ലേ വരിക. അപ്പൊ ലിമിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ വരിക ഇ റേസ് ടു ടാൻ എക്സ് ആരാ? 0. വാട്ട് ഇസ് ദാറ്റ്? ഇ റേസ് ടു 1. ആൻസർ എന്താ? ഇ റേസ് 0 അല്ലെ. കാരണം ടാൻ 0 അല്ലേ. സോ ഇ റേസ് 0. ആൻസർ എന്താ? 1 ആണ്. സോ ആ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? 1 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സിന്റെ ലിമിറ്റ് വാല്യൂ എക്സ് ടെൻസ് ടു 0 ആയ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 1 ആണ്. ആ ഒരു ഐഡിയ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത്. ഈ ഐഡിയ അല്ലാതെ നിങ്ങൾ LH റൂൾ അപ്ലൈ ചെയ്താൽ പ്രശ്നം വെച്ചാൽ അവിടെ 5 മിനിറ്റ് പിന്നെയും പോകും. ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഈ ക്വസ്റ്റൻ കുറച്ച് ലെങ്തി ആണ്. അപ്പൊ 5 മിനിറ്റ് കൂടി എക്സ്ട്രാ പോയാൽ അത്രയും സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവും. ഓക്കെ, ഇതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.